വയനാട്ടിൽ ഇനിയും പൂർണ്ണമായി വോട്ട് എണ്ണിക്കഴിഞ്ഞിട്ടില്ല. 3,82,975 വോട്ടിന് നിലവിൽ പ്രിയങ്ക ഗാന്ധി മുന്നിലാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശദാംശം. ദീപക് ധർമ്മടം തത്സമയം പുതിയ വിവരങ്ങളുമായി. ദീപക്, വയനാട്ടിൽ നമുക്കറിയാം 8% കുറവുണ്ടായിരുന്നു. ഇപ്പോൾ 6%, 6 ലക്ഷം 5 ലക്ഷം എന്നൊക്കെയുള്ള ഭൂരിപക്ഷത്തിന്റെ കണക്കുകളൊക്കെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേട്ടതല്ല. 4 ലക്ഷം കടക്കും എന്നതായിരുന്നു. അതിലേക്ക് എത്താനുള്ള സാധ്യത എങ്ങനെയാണ്? നിലവിലേതായാലും 2024 രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയിട്ടുണ്ട് എന്നതിൽ ആശ്വസിക്കാം കോൺഗ്രസിന്. അനുജ, ഒരു കാര്യം തീർച്ച, വയനാടിൽ പ്രിയങ്കരിയാണ് എന്നതായിരുന്നു UDFന്റെ ടാഗ് ലൈൻ. ആ ടാഗ് ലൈൻ പൂർണ്ണമായും ശരിയായിരിക്കുന്നു. 2024 രാഹുൽ ഗാന്ധി നേടിയ, അതായത് സഹോദരൻ നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലേക്ക് സഹോദരി നേടിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ച ടി സിദ്ദിഖ് MLA നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ വിജയം നൽകുന്ന സൂചന ഇത് വയനാട്ടിലെ ജനത നെഹ്റു കുടുംബത്തോട്, പ്രിയങ്ക ഗാന്ധിയോട്, രാഹുൽ ഗാന്ധിയോട് കാണിക്കുന്ന സ്നേഹം ഒന്നുകൂടെ ഊട്ടിയുറപ്പിച്ചാണ് അവർ ഇതിൽ വോട്ട് ചെയ്തിരിക്കുന്നത്. ദേശീയ തലത്തിൽ വയനാട് വീണ്ടും ശ്രദ്ധിക്കപ്പെടുകയാണ്. രാഹുൽ ഗാന്ധിയിലൂടെ വലിയതായിരിക്കുന്ന ശ്രദ്ധ കിട്ടുകയും വയനാടിൻ്റെ പ്രശ്നങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും കൊണ്ടുവരാനും അതിന് പരിഹാരം കാണാനുള്ളതായ ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വലിയ ഒരളവിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമങ്ങളുണ്ടായി. കൈത്താങ് പോലെയുള്ളതായിരിക്കുന്ന സ്വന്തം പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിച്ചു. സിദ്ദിഖ് ഇടയ്ക്ക് പ്രചരണ ഘട്ടത്തിലൊക്കെ 4 ലക്ഷത്തിനപ്പുറത്തേക്കുള്ള ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം, അതായത് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായ ഇടിവ് ഏതാണ്ട് 9% ഇടിവിന് ശേഷം പൊതുവിൽ അതുണ്ടാകില്ല എന്നായിരുന്നു. ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടാകില്ല, വർദ്ധിത ഭൂരിപക്ഷത്തോടെ അല്ല പ്രിയങ്ക ഗാന്ധി പോവുക എന്നായിരുന്നു പൊതുവിലുള്ള സംശയം. ആ ഘട്ടത്തിൽ എന്തായിരുന്നു ഇപ്പോൾ വന്ന വിധിയിൽ അങ്ങനെയാണ്? ഞാൻ ഒരു കാര്യം ഇപ്പോൾ തുറന്നു പറയാം. ആരോടും പറഞ്ഞില്ല, ആദ്യത്തെ 2 ദിവസം രാത്രി ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് KC വേണുഗോപാൽ മുതൽ AK ആന്റണി മുതൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുതൽ ദേശീയ തലത്തിലുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള പ്രധാനപ്പെട്ടവരും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ആളുകളും എല്ലാവരും വിളിച്ച് നിരന്തരമായി ഓരോ സമയവും ഇതിൻ്റെ ഓരോ സെഗ്മെൻറ്റും എടുത്ത് ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവസാനം തീരുമാനിച്ചു, എല്ലായിടത്തും ഒരു പരിശോധന നടത്തണം. ചെയ്യാത്ത വോട്ടുകൾ ഏത്, അതിൽ ആ ചെയ്യാത്ത വോട്ടുകൾ ഏത് എന്ന് പരിശോധിച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് ആശ്വാസം കിട്ടി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചെയ്യാത്തതിലെ മഹാഭൂരിപക്ഷം, സിംഹഭാഗം വോട്ടും LDFൻ്റെയും BJPയുടെ കുറച്ച് വോട്ടുണ്ടായിരുന്നു, LDFൻ്റെ വോട്ട് കൂടുതലുണ്ടായിരുന്നു. അതിൽ സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിനോട് നീതി പുലർത്താത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇടതുപക്ഷം നയിച്ചത്. ഞാനത് വളരെ അതാണ് സിദ്ദിഖിന്റെ പ്രതികരണം. അദ്ദേഹം ഈ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു.